സ്പ്രിംഗ് മൈൻഡിൻ്റെ ഈ ഒരു ബോർഡ് PCB മേടിച്ച് ചെയ്ത ആൾക്കാർക്ക് വരുന്നൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ കമ്പോണൻസ് ഒക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സ്പീക്കർ ഔട്ട് കൊടുത്തു കഴിയുമ്പോൾ സ്പീക്കർ മൂളി നിൽക്കുകയാണ്, ഓഡിയോ ഔട്ടൊന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുള്ള കമ്പോണൻസ് കറക്റ്റ് വാല്യൂസ് ആണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് 1, 2, 3 പ്രാവശ്യം ചെക്ക് ചെയ്യുക. ബിക്കോസ് ഈ ഒരു ബോർഡിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നൊരു ബോർഡാണ്. ഏകദേശം ഒരു 2 ഇയർ ആയിട്ട് ഈ ബോർഡ് ഇപ്പോൾ സെയിൽസിൽ പോകുന്നുണ്ട്, മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കണക്റ്റ് ചെയ്തിട്ടുള്ള കമ്പോണൻസും അതുപോലെ അതിൻ്റെ പോളാരിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ റെസിസ്റ്റേഴ്സിന് ഇടേണ്ട സ്ഥാനത്ത് വേറെ കളർ കോഡിലുള്ള, ദാറ്റ് മീൻസ് വേറെ വാല്യൂസിലുള്ള റെസിസ്റ്റേഴ്സ് ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക. ആ സമയത്ത് ഇങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം വരാം. മേ ബി ഈ ഡ്രൈവർ സ്റ്റേജിലുള്ള ട്രാൻസിസ്റ്റേഴ്സ് ചൂടാവാം. വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഒരേ ഫോർവേഡ് വോൾട്ടേജ് ഉള്ള മാക്സിമം ഒരേ ഫോർവേഡ് വോൾട്ടേജ് കിട്ടുന്ന ഡയോഡ്സ് 4007 ആണ് ഇത് 5 എണ്ണം വരുന്നത്. അപ്പോൾ ഒരേ വോൾട്ടേജ് നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഒരേ ഫോർവേഡ് വോൾട്ടേജ് കിട്ടുന്ന ഡയോഡ്സ് മാക്സിമം ഇതിൽ പ്ലേസ് ചെയ്യുക. എന്നാൽ മാത്രമേ ബയാസ് വോൾട്ടേജിൽ കറക്റ്റായിട്ട് വോൾട്ടേജ് വരത്തുള്ളൂ. അപ്പോഴാണിത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ബോർഡിൽ നിങ്ങൾക്കൊരു ഇഷ്യൂസും വരില്ല. നിങ്ങൾ മെയിനായിട്ടും വരുത്തി വെക്കുന്നൊരു ഇഷ്യൂ ആണ് കമ്പോണൻസ് ഇടുന്നതിലുള്ള വ്യത്യാസം. അപ്പോൾ അത് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നവും വരാൻ സാധ്യതയില്ല കേട്ടോ.